ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഓണം ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് 3 സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തേത് മോഹൻലാൽ നായകനായി എത്തിയിരിക്കുന്ന ഹൃദയപൂർവ്വമാണ്. മറ്റൊന്ന് ലോക ചാപ്റ്റർ 1. ഇന്ന് മറ്റൊരു സിനിമ കൂടെ, തമിഴ് സിനിമ കൂടെ ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്, മദ്രാസി. ഈ 3 സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. നിങ്ങളുടെ വിലയേറിയ ആ ഒരു സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയും ചെയ്യും. ലോകയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ലോക ഇന്ന് 150 കോടി കടന്നിരിക്കുകയാണ് വേൾഡ് വൈഡായിട്ട്. ഇന്നത്തെ കളക്ഷനോടെ സിനിമ 170 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെക്കുറെ 165-70 കോടി റേഞ്ചിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് ഗ്യാരൻറ്റീഡാണ്. ഹിന്ദിയിൽ സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. സിനിമ റിലീസ് ചെയ്ത എല്ലാ മേഖലയിലും 1 കോടിക്ക് മുകളിൽ സിനിമ എത്തുകയാണ്. ആദ്യ ദിനം 19 ലക്ഷം രൂപയാണ് സിനിമ നേടിയെങ്കിൽ പിന്നീട് കളക്ഷൻ കൂടുന്നു, 29 ലക്ഷം രൂപ. ഇന്ന് മികച്ച തിരക്കും ഷോ കൗണ്ടുമൊക്കെ കൂടി പുതിയ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യുന്നു. 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 1 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നും സിനിമയ്ക്ക് ലേറ്റ് നൈറ്റ് ഷോസ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 365ഓളം ലേറ്റ് നൈറ്റ് ഷോസാണ് സിനിമയ്ക്ക് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 503ഓളം സ്ക്രീനുകളിൽ സിനിമ ആഡ് ചെയ്യപ്പെട്ടു. 250 സ്ക്രീനുകളിൽ തുടങ്ങിയ സിനിമ നേരെ ഡബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും തിയേറ്ററുകൾ കൂടുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും 300 സ്ക്രീനുകളിൽ നിന്ന് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരുമെന്നുള്ളതിലേക്ക് എത്തിയിട്ടാണ്. തിരക്ക് കുറയുന്നില്ല എന്നുള്ളതാണ്. 3% ഒക്യുപ്പൻസിയിലാണ് സിനിമ ഓടുന്നത്. അതായത് ഫ്രണ്ട് റോയിൽ പോലും സിനിമ 1-2 സീറ്റുകൾ മാത്രം ഒഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ള ലെവലിലാണ്. അല്ലാതെ 60 കോടി റേഞ്ചിലേക്ക് വരുമ്പോൾ ഇനി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ 400 തിയേറ്ററുകളും കൂട്ടിയാലേ ഈ ഒരു ഡിമാൻഡ് വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ മലയാളം ഗ്രോസറായി മാറുകയാണ് ഈ ഒരു സിനിമ. അതായത് 8 ദിവസത്തിനുള്ളിൽ സിനിമ നേടിയിരിക്കുന്നത് അവിടെ നമുക്ക് 882K പൗണ്ടുകളാണ്. ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് എൻപുരാനാണ്. 369K പൗണ്ടുകളാണ് സിനിമ അവിടെ നേടിയിരിക്കുന്നത്. USA പുതിയ വിശേഷങ്ങളുമായിട്ടാണ് സിനിമ എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, തെലുങ്ക് വേർഷൻ അവിടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളം സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷൻ അവിടെ ആഘോഷമാക്കുക തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് സന്തോഷകരമായ ഒരു വാർത്ത. തെലുങ്കിൽ കൊത്തലോക അമ്മാതിരി കൊടൂര തൂക്കാണ് തൂക്കുന്നത്. ഇന്ന് തെലുങ്കിൽ നിന്ന് 2 കോടിക്ക് മുകളിലാണ്. ബോക്സ് ഓഫീസിൽ 11 കോടിയോളമാണ് തെലുങ്കിൽ നിന്ന് സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നതും. തമിഴിലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ GCC UAE വാർത്തകളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. UAE GCCയിൽ നിന്ന് സിനിമ 6.25 മില്യൺ നേടിയിരിക്കുകയാണ്. 3rd ഹയസ്റ്റ് ഗ്രോസർ ഇൻ GCC ആയിരിക്കുന്നു. അതായത് സിനിമ എമ്പുരാൻ 9.72 മില്യനാണ്. അതേപോലെ തന്നെ തുടരും 6.94 മില്യനാണ്. അതായത് തുടരുമെന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് UAE GCC കളക്ഷൻ ഇന്നത്തോടെ അത് തീർക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്തയുമാണ്. ഇനിയും സിനിമയുടെ ഇന്ന് അല്ലെങ്കിൽ 10ാം ദിനത്തെ കളക്ഷൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1890ഓളം ഷോകളിൽ നിന്ന് 4.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിലും സിനിമ മുന്നിലെത്തിയിരിക്കുകയാണ്. അതായത് എമ്പുരാൻ്റെയും തുടരുതിൻ്റെയും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്പർ 1 പൊസിഷനിലേക്ക് ബുക്ക് മൈ ഷോയിൽ ഈ പറഞ്ഞ പോലെ സിനിമ എത്തിയിരിക്കുന്നു എന്ന് പറയാം. ഇന്നത്തെ സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് ട്രാക്ഡ് കളക്ഷനിലൂടെ മാത്രം 7,55,000 രൂപയാണ്. അതായത് 7,25 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ വന്നിരിക്കുകയാണ്. 10ാം ദിനത്തിൽ ആദ്യ ദിനം 2,27 ലക്ഷം രൂപ മാത്രം സ്റ്റാർട്ട് ചെയ്ത ചിത്രമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് 10ാം ദിനമായപ്പോഴത്തേക്ക് സിനിമയുടെ കളക്ഷൻ കയറിയത് ആ റേഞ്ചിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ സിനിമ 8 കോടിയിലേക്ക് എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്താണേലും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും തിയേറ്ററുകൾ കൂട്ടുന്നു. അതായത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ദിനത്തിലെ കളക്ഷനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ 2,27 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി വന്നതെങ്കിൽ 2ാം ദിവസം 3 കോടിക്ക് മുകളിൽ വരികയും 3ാം ദിവസം 4,39 ലക്ഷം രൂപ. ഇതെല്ലാം ട്രാക്ഡ് കളക്ഷൻസ് ആണ് പറയുന്നത്. 4ാം ദിനം 5,59 ലക്ഷം രൂപ. 5ാം ദിനം 5 കോടി രൂപ. 6ാം ദിനം 5,11 ലക്ഷം രൂപ.
7-ാം ദിനം 5 കോടി 30 ലക്ഷം രൂപ. 8-ാം ദിനം മുതൽ കളി മാറുകയാണ്, 6 കോടിക്ക് മുകളിലേക്ക് വരുന്നു. 9-ാം ദിനം 5 കോടി 63 ലക്ഷം രൂപ വരുന്നു. ഇന്ന് 10-ാം ദിനം 7 കോടി 7,55,000 രൂപ ട്രാക്ഡ് കളക്ഷൻസിലൂടെയും വരുന്നു. സിനിമയുടെ ഇതുവരെയുള്ള ടിക്കറ്റ് വിറ്റിരിക്കുന്നത് 30 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. അതായത് 3 മില്യൺ തൂക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ 15,000-ന് മുകളിലുള്ള ഷോകളും സിനിമയുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നാളെയും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ, അതായത് ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചയും ഒരു രക്ഷയുമില്ലാത്ത തിരക്ക് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. വീണ്ടും 93 തൊട്ട് 97% വരെയുള്ള ഒക്യുപ്പൻസിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. സിനിമയുടെ 10-ാം ദിനം മിന്നുന്ന പ്രകടനം തന്നെയാണ്. ബോക്സ് ഓഫീസിൽ മോഹൻലാൽ പവർ എന്ത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരിക തന്നെയാണ് സിനിമ ചെയ്യുന്നത്. ഒരു സാധാരണ സിനിമ ഇത്ര ഹിറ്റാവണമെങ്കിൽ, ഇത്ര ഗംഭീരമാകണമെങ്കിൽ ഒറ്റപ്പേര് അത് മോഹൻലാൽ തന്നെയാണ്. 1025ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇന്ന് 10-ാം ദിനം സാധാരണ ഉണ്ടായിരുന്ന കളക്ഷൻ്റെ മുകളിലേക്ക് പോവുകയാണ്. 2,29,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 3 കോടി 55 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 3 കോടി 80 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ്, 82% ഒക്യുപ്പൻസിയും. സിനിമ റിലീസായ ദിനം നമുക്ക് ലഭിച്ചിരുന്നത് 46% മാത്രമായിരുന്നു ഒക്യുപ്പൻസി എങ്കിൽ സിനിമ 10-ാം ദിനത്തിൽ അത് 82% സിനിമ താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അങ്ങനെയല്ല, കാര്യങ്ങൾ അത് ഗംഭീരമായിട്ട് തന്നെ കുതിക്കുന്നു. പ്രത്യേകിച്ച് തിരുവോണം ആവട്ടം നാളുകളിൽ ജനസമുദ്രം എന്ന് തന്നെ പറയാം. ഏത് തിയേറ്റർ എടുത്താലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇതിനോടകം തന്നെ 15 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 25 കോടി കടക്കുകയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ 60 കോടിയിലേക്ക് എത്താൻ പോവുകയും ചെയ്യുകയാണ്. 50 കോടി കഴിഞ്ഞ് സിനിമ കുതിക്കുകയാണ്. പക്ഷേ 60 കോടിയൊക്കെ മാക്സിമം വരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് സിനിമ 100 കോടി അടിക്കുമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാട്രിക് 100 crore എന്ന് നമ്മൾ നേരത്തെ പറയുന്നു, അത് എത്താൻ പോവുക തന്നെയാണ്. സിനിമ കഴിഞ്ഞ 2 ദിവസങ്ങൾ വെള്ളിയും ശനിയുമായി ലഭിച്ചിരിക്കുന്നത് ഏകദേശം 7 കോടി രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായി വന്നിരിക്കുന്നത്. അതായത് 7.5-8 കോടിയോളം വന്നു എന്നുള്ളതാണ്. എന്തായാലും ബോക്സ് ഓഫീസ് തരംഗമായി മാറുകയാണ്. നാളെയും ജനസമുദ്രം തന്നെയായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനായിരിക്കും ഞായറാഴ്ച വരാനുള്ളത്. ഇനി നമുക്ക് മദ്രാസി എന്ന തമിഴ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് പോകാം. ശിവകാർത്തികേയൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മദ്രാസി. സിനിമ ആദ്യ ദിനം തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് 12 കോടി 80 ലക്ഷം രൂപയോളമാണ്. തെലുങ്കിൽ നിന്ന് സിനിമ 1 കോടി 80 ലക്ഷം രൂപയോളം നേടിയപ്പോൾ ഓവർസീസിൽ നിന്ന് 5 കോടിയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. വേൾഡ് വൈഡായിട്ട് ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 21 കോടിയോളമാണ്. സിനിമയുടെ 2-ാം ദിനം മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആദ്യ ദിനത്തെ കേരള കളക്ഷൻ 53 ലക്ഷം രൂപയായിരുന്നു. 2-ാം ദിനം ഇപ്പോൾ ലഭിച്ച വിവരങ്ങളനുസരിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 10 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 18 കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 2 ദിവസത്തെ കളക്ഷനായി പുറത്തു വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റുകൾ പ്രകാരം 49 കോടിയോളമാണ് സിനിമയ്ക്ക് എത്താൻ ചാൻസ് ഉള്ളത്. 40 കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് നമുക്ക് വാർത്തകളും ലഭിച്ചിരിക്കുന്നത്. എന്താണേലും 3 സിനിമകളും അരങ്ങ് തകർക്കുക തന്നെയാണ്. കേരളത്തിലും ഡീസൻ്റ് ആൻഡ് സ്റ്റഡി കളക്ഷനിലൂടെ തന്നെ സിനിമ പോകുന്നു. സിനിമ 1 കോടിക്ക് അടുത്തേക്ക് കേരള കളക്ഷനിലേക്കും എത്തുകയാണ്. എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും മിന്നിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന് തന്നെ പറയാം. ആ ഒരു സിനിമ ഇത്ര ഗംഭീര പെർഫോമൻസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ലോക ഓൾറെഡി ഹെവി പെർഫോമൻസ് ആയിരിക്കുമെന്ന് ഉള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എങ്ങനെ പറയാനുള്ള കാരണവും. ഓടും കുതിര ചാടും കുതിര ഒരു സാധാരണ രീതിയിൽ തന്നെ പോവുകയാണ്. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ റേഞ്ചിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. APDS.